രാവിലെ മാരാ റോഡിൽ ടാറിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ മഴയത്ത് ടാർ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. ഇന്നലെ അതായത് ഞാൻ മിനിഞ്ഞാന്ന് ശക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലം വരാൻ പോകുന്നതിന് മുമ്പ് അടിയന്തരമായി പാച്ച് നടത്താൻ വേണ്ടി 1 കോടി രൂപ എല്ലാ സോണലിലും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവരെയും നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട് ടാറിംഗ് നടത്താൻ. ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവർ റെഡിയാക്കി നിർത്തി. പക്ഷേ ഇന്ന് കാലത്ത് റെഡ് അലർട്ടാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും തന്നെ റെഡ് അലർട്ടിന്റെ ആ പ്രഖ്യാപനത്തിൽ റോഡ് പണി നടത്തണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരുത്തൻ പണിക്കാരൻ വന്നിട്ട് കത്തിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ളൂ. ആരും ഒന്നും ചെയ്തിട്ടില്ല. കേട്ടാ, ഓക്കെ. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് മീഡിയ. തൃശ്ശൂർ മേയർ എം കെ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ശക്തമായ മഴയാണ്, വലിയ വെള്ളക്കെട്ടും ദുരിതമൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. മേയർ എന്താണ് പറയുന്നത്? നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനുള്ളിൽ തൃശ്ശൂരിൽ വെള്ളം കയറിയ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം. കാരണം എന്താ, സമയബന്ധിതമായി എല്ലാ കാനകളും എല്ലാ തോടുകളും നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 3 കോടി രൂപയാണ് അതിന് ചെലവ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കയറി എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം റെഡ് അലർട്ട് പറഞ്ഞാൽ അതിനകത്ത് എവിടെയെങ്കിലും വെള്ളം കയറാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും താഴ്ന്ന പ്രദേശം ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ പ്രിക്കോഷനും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മാറ്റി താമസിക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രപ്പോസലുണ്ട്. ഈ ചാല് വലുതാക്കി തൊട്ടപ്പുറത്ത് ചാല് വലുതാക്കുന്ന ഒരു പ്രപ്പോസൽ ഞങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഈ വർഷം വേനൽക്കാലം വന്നാൽ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വീതി കൂട്ടുക. അപ്പുറത്തും ഇതുപോലെ തന്നെ വൈകി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന കാരണം എന്തായിരുന്നു ശരിക്കും? ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളം കരുതൽ ഈ പറയുന്ന പോലെ തന്നെ തീവ്ര മഴ പെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിയുടെ വികൃതിയാകുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരാൻ കാരണം. മറ്റൊരു സ്ഥലത്തും ഇതുപോലെ തീവ്രമായിട്ടില്ല. എന്നാൽ PWD റോഡുകളിലൊക്കെ വെള്ളമുണ്ട്. കാരണം എന്താണെന്നറിയാം, ഹൈവേയിൽ നിന്ന് വെള്ളം വരുന്നത് PWD റൂട്ടിലാണ്. ഞാൻ താമസിക്കുന്നത് മണ്ണുത്തിയിലാണ്. അവിടെയൊക്കെ വെള്ളം ഇത്രയാണ്. അതെന്താ, റോഡിലാണ് വെള്ളം നിൽക്കുന്നത്. മറ്റു സ്ഥലത്തേക്ക് പോകാൻ സംവിധാനമില്ല. കാനകൾ പണം തട്ടില്ല. ഇവിടെ അതെ, ഈ പദ്ധതി ഉണ്ട്. കാരണം ഇത് നമുക്കറിയാം, കാന പോരാ. അതിനുള്ള പദ്ധതി റെഡി ആയിട്ടുണ്ട്. അടിയന്തരമായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങും. ഒരു കാര്യം കൂടി ചേട്ടാ, ഇന്ന് രാവിലെ മാരാ റോഡിൽ ടാറിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ മഴയത്ത് ടാർ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. ഇന്നലെ അതായത് ഞാൻ മിനിഞ്ഞാന്ന് ശക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലം വരാൻ പോകുന്നതിന് മുമ്പ് അടിയന്തരമായി പാച്ച് നടത്താൻ വേണ്ടി 1 കോടി രൂപ എല്ലാ സോണലിലും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവരെയും നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട് ടാറിംഗ് നടത്താൻ. ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവർ റെഡിയാക്കി നിർത്തി. പക്ഷേ ഇന്ന് കാലത്ത് റെഡ് അലർട്ടാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും തന്നെ റെഡ് അലർട്ടിന്റെ ആ പ്രഖ്യാപനത്തിൽ റോഡ് പണി നടത്തണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരുത്തൻ പണിക്കാരൻ വന്നിട്ട് കത്തിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ളൂ. ആരും ഒന്നും ചെയ്തിട്ടില്ല. കേട്ടാ, ഓക്കെ. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് മീഡിയ.